പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പം നമ്മുടെ ശ്രീലക്ഷ്മിയായിട്ട് ഒരു ഐറ മീഡിയയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മരിയാൻ്റെ ഒരു ആൽബം ഷൂട്ട്, ഒരു റീക്രിയേഷൻ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറേ കണ്ടൻറ്റുകൾ അതിനകത്ത് ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാര്യം ഇപ്പം നോർമലി നമ്മളിപ്പം മീഡിയാസാണ് കുറേ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, മീഡിയാസാണ് ഒരു വ്യക്തിയെ ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയാസാണ്. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ മീഡിയാസാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പോൾ മീഡിയാസ് ഇല്ലെങ്കിൽ, മീഡിയാസിൻ്റെ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെങ്ങും എത്തത്തില്ല. അതൊന്നും നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പം മീഡിയാസ് കുറേ ബൈറ്റും കാര്യങ്ങളും കൊണ്ടുവന്നു. ഇപ്പം ഞാൻ ശ്രീലക്ഷ്മി പൊക്കി എടുക്കുന്നത്, പിന്നെ എന്താ പറയുന്നത്, അതുകൂടാണ്ട് ശ്രീലക്ഷ്മിയുടെ കുറേ കണ്ടന്റ്. ഇപ്പം നമ്മളൊരു കോസ്റ്റ്യൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സോങ്ങിന് ആപ്റ്റായിട്ടുള്ള കോസ്റ്റ്യൂം ആയിരിക്കണം എക്സാക്റ്റ് ഡയറക്ടേഴ്സ് പറയുന്നത്. ആ കോസ്റ്റ്യൂമാണ് നമ്മൾ വെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ടോ, എക്സ്പോസ് കണ്ടന്റ് കാണിക്കുന്നുണ്ടോ ഒന്നും നോക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം ആക്ടിങ് ആയിട്ട് തന്നെ കാണുന്ന വ്യക്തികളാണ് ഞാനും ശ്രീലക്ഷ്മി. അപ്പം ഈ ഇടയ്ക്ക് ഒരു മീഡിയയിൽ നമ്മുടെ അലൻ ജോസ് പെരേര പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഹോട്ടായിട്ടുള്ള കണ്ടൻറ്റുകളൊന്നും ശ്രീലക്ഷ്മി തരുന്നില്ല. ഞാൻ ശ്രീലക്ഷ്മിയുടെ ഹോട്ട് കണ്ടൻറ്റുകൾ എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടും പോലും ശ്രീലക്ഷ്മി അതിന് വഴങ്ങിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹോട്ട് കണ്ടൻറ്റൊന്നും ശ്രീലക്ഷ്മി ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീലക്ഷ്മി എന്നോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു റീല് ചെയ്തപ്പോൾ, ഒരു ആൽബത്തിൻ്റെ ഒരു റീക്രിയേഷൻ വീഡിയോ ചെയ്തപ്പോൾ അത് ഒരുപാട്, എനിക്ക് നല്ല 3.5 മില്യൺസ് ആൾക്കാർ കണ്ടാണ്. അത് ചെയ്ത സമയത്ത് അതിൽ കുറച്ച് കണ്ടൻറ്റുകളെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പം അത് ചെയ്ത സമയത്ത് ഇപ്പം നമ്മുടെ ഈ അലൻ ജോസ് പെരേര അത് കണ്ട് എല്ലാവരും കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അലൻ ജോസ് പെരേര അത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് ഇൻസ്റ്റാഗ്രാം ചാറ്റ് ചെയ്തിട്ട് പറയുന്നു, നിനക്ക് വേണ്ടി മാത്രം ഹോട്ട് കണ്ടൻറ്റുകൾ ശ്രീലക്ഷ്മി തരുന്നുണ്ടല്ലോ, നിൻ്റെ കൂടെ ഹോട്ടായിട്ട് ശ്രീലക്ഷ്മി അഭിനയിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? പിന്നെ നീയും ശ്രീലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ വളരെ മോശകരമായ രീതിയിലാണ് എന്നോട് അലൻ ജോസ് പെരേര ചാറ്റ് ചെയ്തത്.